നമ്മുടെ മിലിറ്ററിയുടെ അഗ്നിവീർ സ്കീമും മലബാർ കലാപവും സുവർണക്ഷേത്ര ഖാലിസ്ഥാൻ വാദവും ഇതിനെയെല്ലാം കണക്ട് ചെയ്തുകൊണ്ട് നമ്മുടെ മുൻ റിട്ടയർഡ് എയർ വൈസ് മാർഷൽ ടി.പി. മധുസൂദനൻ നായർ സാറ് RSSന്റെ ചീഫ് തിരുവനന്തപുരത്ത് വന്നപ്പോൾ നടന്ന ഫംഗ്ഷനിൽ ഒരു ചോദ്യം ഉണ്ടായിട്ടുണ്ടായി. അത് സാറ് ശ്രദ്ധിച്ചു കാണുമല്ലോ. അതിനോടൊപ്പം തന്നെ ഈ നമ്മുടെ അഗ്നിവീർ സ്കീം എന്താണ്, അതൊന്ന് സാറ് പറയാമോ? അഗ്നിവീർ സ്കീം എന്ന് പറയുന്നത് അഗ്നിപത് സ്കീമാണ്. അഗ്നിവീർ സ്കീമല്ല, അഗ്നിപത് സ്കീം എന്നാണ് അതിൻ്റെ സ്കീമിൻ്റെ പേര്. അത് നമ്മുടെ ഫോഴ്സസിനെ യങ്ങാക്കി നിർത്താനുള്ള ഒരു സംവിധാനമാണ്. മറ്റേത് എന്ത് പറഞ്ഞാൽ ആവറേജ് ഏജ് 35 ഇയേഴ്സ് കഴിഞ്ഞു പോകുന്ന ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ സർക്കാർ എടുത്തൊരു കോൺഷ്യസ് ആയിട്ട് ഡിസിഷനാണ് അവരെ യങ് ആക്കി നിർത്താനായിട്ട് ഒരു ഷോർട്ട് ടേം ആയിട്ടുള്ള സർവീസിലേക്ക് ആൾക്കാർ റിക്രൂട്ട് ചെയ്യുക. അതായത് 4 വർഷം ത്തേക്ക് അവരെ റിക്രൂട്ട് ചെയ്യുക. 4 വർഷം അത് യങ്ങായിട്ടുള്ള കുട്ടികളെ 4 വർഷം കഴിയുമ്പോൾ അവരെ പുറത്തോട്ട് വിടുക. ഇതാണ് ആ സ്കീം. അത് പ്രകാരം ഇത് തുടങ്ങിയത് 2022 ആ സ്കീം ലോഞ്ച് ചെയ്തത്. അപ്പോൾ അതൊരു 2023 മാസത്തിലാണ് ഫസ്റ്റ് ബാച്ച് പാസ് ഔട്ട് ചെയ്ത് 2600 അഗ്നിവീസ്. ഈ അഗ്നിപത് സ്കീമിൽ വരുന്നതാണ് ഈ അഗ്നിവീസ് എന്ന് പറയുന്നത്. ഈ സോൾജേഴ്സിനെയാണ് അഗ്നിവീസ് വീർന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഏകദേശം എനിക്കൊന്നൊരു 2 ലക്ഷത്തോളം, കഴിഞ്ഞ വർഷം വരെ 1.5 ലക്ഷം അഗ്നിവീസ് ടോട്ടലായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു ഏകദേശം 2 ലക്ഷം ആയിട്ടുണ്ടാവണം എന്ന് വിചാരിക്കുന്നു ഞാൻ. അവരൊക്കെ അതിൽ ആദ്യത്തെ ഫസ്റ്റ് ബാച്ച് നമ്മളിപ്പോൾ മാർച്ച് 27 ആകുമ്പോഴത്തേക്ക് പുറത്തിറങ്ങും. 23 കയറി 27. അപ്പോൾ ഇതാണ് അഗ്നിവീർ സ്കീം. ഇത് മധുസൂദനൻ സാറ് അവിടെ ചോദിച്ചൊരു ചോദ്യം, ഇത് അദ്ദേഹം അവിടെ സംസാരിക്കുന്നതിന് മുമ്പായിട്ട് ഞങ്ങൾ തമ്മിലൊരിക്കൽ കണ്ടപ്പോൾ ഇതിനെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചിരുന്നു. ഇതൊരു ഏരിയ ഓഫ് കൺസേൺ ആണ്. ഈ സ്കീം പ്രകാരം ഫസ്റ്റ് ഇയറിൽ അവർക്ക് മന്ത്ലി 30,000 രൂപ കൊടുക്കും. അതിൽ കയ്യിൽ കിട്ടുന്നത് 21,000 രൂപ. അത് 4th ഇയർ ആകുമ്പോൾ 40,000 രൂപ കൊടുക്കും. അതിൽ കയ്യിൽ കിട്ടുന്നത് 28,000 രൂപ. ഈ ബാക്കി വരുന്ന 30% അതിനെ ഒരു സേവാ നിധി ഫണ്ട് എന്ന് പറയുന്നൊരു ഫണ്ടിലോട്ട് മാറ്റും. ഇപ്പം ഇവർ 4 വർഷം കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോൾ അവർക്ക് അവരുടെ കോൺട്രിബ്യൂഷൻ 5,02,000 രൂപ ഉണ്ടാവും. അതേ ഈക്വൽ എമൗണ്ട് സർക്കാരും ആ നിധിയിലോട്ട് ഇട്ടുണ്ടാവും. അങ്ങനെ 11,71,000 രൂപ അവർക്ക് കിട്ടും ഈ 4 കൊല്ലം. അങ്ങനെ ടോട്ടൽ ഇവരുടെ സാലറി കൂടെ കൂട്ടുമ്പോൾ, 4 വർഷത്തെ സാലറിയും കൂടെ കൂട്ടുമ്പോൾ അവർക്ക് 23 തൊട്ട് 24 ലക്ഷം രൂപ വരെ കയ്യിൽ കാണും. അവരെ സംബന്ധിച്ച് ഈ സാലറി ഒന്നും ബാക്കിയെല്ലാം അവരുടെ ചിലവെല്ലാം അവിടെ നടക്കുന്നുണ്ട്. എന്താ ഫുഡ്, ക്ലോത്ത്, എവറിത്തിങ് ഈസ് ടേക്കൺ കെയർ. പോകുന്ന അതെല്ലാം. അപ്പൊ ഇവർക്ക് ഈ കിട്ടുന്ന സാലറി മുഴുക്കെ ബാക്കിയാണ്, സേവിങ്. അപ്പൊ മൊത്തമായിട്ട് അവർ കിട്ടുന്നത് ശരിക്കും പറഞ്ഞാൽ അവരത് സൂക്ഷിച്ചു വയ്ക്കാമെങ്കിൽ, വീട്ടിലേക്ക് ചിലവാക്കി കളയാതെ സൂക്ഷിച്ചു വയ്ക്കാമെങ്കിൽ അവർക്കൊരു 21 മുതൽ 24 ലക്ഷം രൂപ വരെ അവർക്ക് കിട്ടും. കാശ് ഇറങ്ങുമ്പോൾ അവരുടെ കയ്യിലുണ്ടാവും. ഇത് കൂടാഞ്ഞിട്ട് അവർക്കൊരു ഇൻഷുറൻസ് ഫെസിലിറ്റി ഉണ്ടായിരുന്നു, 48 lakhs. അത് നോൺ കോൺട്രിബ്യൂട്ടഡ്. ഒരു പൈസ അടയ്ക്കേണ്ട. സർക്കാർ തന്നെ അതിൻ്റെ പ്രീമിയം അടച്ച് അവർക്ക് എന്തെങ്കിലും മരണം സംഭവിക്കുകയോ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ 48 ലക്ഷം രൂപ അവർക്ക് കിട്ടും. ഇതാണ് ഈ അഗ്നിപത് സ്കീം എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ മധുസൂദനൻ സാറിൻ്റെ കൺസേൺ, ഇവർ ഇറങ്ങിക്കഴിയുമ്പോൾ ഈ പറഞ്ഞ 11 ലക്ഷമോ അല്ലെങ്കിൽ 24 ലക്ഷം, എല്ലാ കാശും കയ്യിൽ വെച്ചാൽ 24 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ തന്നെയും ഇവർ വന്നു കഴിയുമ്പോഴത്തേക്ക് എന്താണ്, ഒരു സഹോദരിയുടെ കല്യാണം അല്ലെങ്കിൽ അളിയൻ്റെ ബിസിനസ്സിൻ്റെ ഒന്ന് തകർച്ച ചെയ്യുന്ന അതിന് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ള കാശ്, ബന്ധുക്കളുടെയൊക്കെ ഓരോ, പിന്നെ പേരൻസിൻ്റെ, അച്ഛൻ്റെയും അമ്മയുടെയും അസുഖം, എസ്പെഷ്യലി ക്യാൻസറൊക്കെ പെട്ട പേഷ്യൻസ് ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ കാശ് പെട്ടെന്ന് അങ്ങ് തീർന്നു പോകും. അതാണ് അദ്ദേഹം പറഞ്ഞത്. അപ്രിഹെൻഷൻ, കൺസേൺ അതാണ്. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്ക് ഇവര് ജോലിയില്ലാതെ നിൽക്കും. അപ്പൊ അതിനങ്ങനെ 2 എക്സാമ്പിൾ പറയും. ഇതെങ്ങനെ ഇവര് വഴിതെറ്റി പോവാം എന്നുള്ളതിനെ കുറിച്ച് 2 എക്സാമ്പിളാണ് അദ്ദേഹം അതാണ് അവിടെ സൂചിപ്പിച്ചത്, മുൻകാലങ്ങളിലുള്ള ഉണ്ടായ എക്സ്പീരിയൻസ്. അതിൽ ഒന്ന് ഈ മാപ്പിള ലഹള. അത് ആരും പറയാത്തൊരു കാര്യമാണ്. മാപ്പിള ലഹളയുടെ അതിൻ്റെ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ, ഹിസ്റ്ററി അല്ല, ആ കാലഘട്ടത്തിൽ ഫസ്റ്റ് വേൾഡ് വാറിലേക്ക് വളരെ മാസീവായിട്ട് റിക്രൂട്ട്മെന്റ് നടന്നു.
ബ്രിട്ടീഷ് പട്ടാളത്തിലോട്ട്. അപ്പം ബ്രിട്ടീഷ് പട്ടാളത്തിലോട്ട് കൂടുതലും നടന്നത് ബ്രിട്ടീഷ് പ്രസിഡൻസിയിലുള്ള മദ്രാസ് പ്രസിഡൻസിയിലുള്ള ആൾക്കാരാണ് കൂടുതൽ നടന്നത്. അതുപോലെ മറ്റ് പ്രസിഡൻസിയിലും ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ ഇവിടെ തെക്കൻ ഭാഗത്ത് അതുകൊണ്ട് ഇവിടെ നിന്ന് അധികം ആൾക്കാർ പോയിട്ടില്ല. അപ്പൊ അവിടെ അവരൊക്കെ അവരുടെ ഈ വേൾഡ് വാർ തീർന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അവരെയൊക്കെ പിരിച്ചുവിട്ടു. പിരിച്ചുവിട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർ വന്നു കഴിഞ്ഞവർക്ക് അവരെ ഒന്നാമത് ഈ മലപ്പുറം എന്ന് പറഞ്ഞാൽ അന്ന് ഇപ്പൊ കുറെയൊക്കെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അന്ന് അവിടെ വേറെ ഒരു സ്കോപ്പും ഇല്ല. പിന്നെ വെറും കുറച്ച് അഗ്രികൾച്ചർ മാത്രമേ ഉള്ളൂ. പിന്നെ അറിയാമല്ലോ, ബേരൻ ലാൻഡും ഒക്കെയാണ്. അപ്പോ ഇവർക്കൊന്നും വലിയ കാര്യമായിട്ട് പിന്നെ ഒരു ആക്ടിവിറ്റി ഇല്ലായിരുന്ന സമയത്താണ് ഫുള്ളി ട്രെയിനിങ് കിട്ടിയ ആളുകൾ, ഫുള്ളി മിലിറ്ററി ട്രെയിൻ ഉപയോഗിക്കാൻ വരെ പഠിച്ചവരൊക്കെ. ആ കാലത്താണ് ഈ ഖിലാഫത്ത് മൂവ്മെന്റ് ഇവിടെ ഇന്ത്യയിൽ ഭയങ്കരമായിട്ട് പടർന്നു പിടിക്കുന്നത്. അപ്പം നമ്മുടെ ഗാന്ധിജി ചെയ്തൊരു വലിയ ഒരു മടത്തനം ഈ ഖിലാഫത്ത് മൂവ്മെന്റ് ആൾക്കാരെയും കൂടെ നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമാക്കി മാറ്റി. ശക്തി കുറച്ചുകൂടെ ആർജിക്കാമെന്നായിരുന്നു അദ്ദേഹം വളരെ പിന്നെ നോൺ വയലന്റ് മൂവ്മെന്റ് നടത്തുകയും ഈ പറഞ്ഞ മൂവ്മെന്റുകാര് ഖിലാഫത്ത് മൂവ്മെന്റുകാർ വളരെ അഗ്രസീവായിട്ട് പിന്നെ ലഹളയിലൂടെയായിരുന്നു അവരുടെ പിന്നെ ആക്ടിവിറ്റീസൊക്കെ. അപ്പോ പിന്നെ അതിന്റെ നേതാവായിരുന്നല്ലോ അതിന്റെ നേതാവാണ് നമ്മുടെ വാര്യംകുന്നൻ. അപ്പൊ വാര്യംകുന്നൻ ഇത് മുതലാക്കിയിട്ട് അയാൾ കുറച്ച് ആൾക്കാരെ, ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ നമ്മൾ കണ്ടില്ലേ, സിനിമയിലെ കണ്ടില്ലേ, അവിടെ നിന്ന് ജമ്മിമാരുടെയൊക്കെ തോക്കൊക്കെ പിടിച്ചുകൊണ്ട് പോവുകയും, അല്ലാതെ അവിടെ ഉള്ള ഓർഡിനറി ആൾക്കാർക്ക് തോക്ക് ഉപയോഗിക്കാൻ അറിയില്ലല്ലോ. ഇവരെല്ലാം മിലിറ്ററി ട്രെയിൻഡ് ആയതുകൊണ്ട് അവരെല്ലാം തോക്ക് ഉപയോഗിക്കാൻ സജ്ജരായി. തോക്ക് കണ്ട് കളരി പഠിച്ചവർ പോലും പേടിച്ചു പോയി ആണ്. തീർച്ചയായിട്ടും. പിന്നെ അപ്പോൾ അങ്ങനെ മിലിറ്ററി ട്രെയിൻഡ് ആയിട്ട് ആൾക്കാരെ ഇയാൾ സംഘടിച്ചിട്ട് ഇയാൾ ഒരു വലിയ നേതാവായി വരികയും ഒരു പിന്നെ എന്താ പറയുക, ഖിലാഫത്ത് ഇവിടെ സ്ഥാപിക്കാന്നുള്ള ഒരു ഫാൾസ് പ്രോമിസ് കൊടുക്കുകയും ഒക്കെയാണ് ചെയ്തിട്ടാണ് അവരെ ഇതിലോട്ട് കൊണ്ടുവന്നു. അപ്പൊ അതാണ് അദ്ദേഹം അവിടെ ജനോസൈഡ് തന്നെയാണ് നടന്നത്. തീർച്ചയായിട്ടും അത് ഒരുപാട് കാര്യങ്ങളാണ്. അതിനെക്കുറിച്ച് നമ്മൾ വേണമെങ്കിൽ പ്രത്യേക വീഡിയോ തന്നെ ചെയ്യാം. അത് പക്ഷെ പല ഇൻസ്റ്റൻസിലായിട്ട് ഓരോന്നായിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ എന്നാലും നമ്മുടെ ആൾക്കാർ, ഞാനൊക്കെ ഈ ഇത് മനസ്സിലാക്കുന്നതൊക്കെ വളരെ ലേറ്റ് ആയിട്ടാണ്. ഇവരുടെ 2021 പിന്നെ ലഹളയെ ചരിത്രം നമ്മൾ സ്കൂളിൽ പോലും പഠിക്കുന്നില്ല. ഇത് കുമാരനാശാൻ എഴുതിയ കവിത പോലും നമ്മളെ പഠിപ്പിച്ചില്ല. ദുരവസ്ഥയിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നു, ഇവരെല്ലാം പിന്നെ ഹിന്ദുക്കളായിരുന്നവരല്ലേ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പൊ അത് പോലും നമ്മൾ ഒന്നും മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ അങ്ങനെ ഒരു ഘട്ടത്തിലോട്ട് ഇവരെ വഴിതെറ്റിക്കാനുള്ള സാധ്യത ഉണ്ടാവുമെന്നാണ് അദ്ദേഹം ഒരു ഇൻസ്റ്റൻസ് പറഞ്ഞത്. അതോടൊപ്പം നമ്മുടെ ഗോൾഡൻ ടെമ്പിൾ അറ്റാക്കിലെ അതിനെ കുറിച്ച് അദ്ദേഹം പറയാം. അദ്ദേഹം അത് പിന്നെ അവിടെ ഇത് ചെയ്തില്ല, എനിക്കൊന്ന് പറഞ്ഞു തോന്നുന്നു. അതായത് ഒരു മേജർ ജനറലിനെ, മിലിറ്ററിയിലെ മേജർ ജനറൽ, വളരെ കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു സിഖ് മേജർ ജനറലിനെ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം ചെയ്യാൻ ഇന്ദിരാഗാന്ധി നിർബന്ധിക്കുകയും അദ്ദേഹം അത് നോ പറയുകയും ചെയ്തപ്പോൾ അദ്ദേഹത്തിനെ സർവീസിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. അത് അഗ്രീഡ് ആയിട്ടുള്ള, അത് ഹർട്ടായിട്ട് അദ്ദേഹം ഖാലിസ്ഥാൻ മൂവ്മെന്റുമായിട്ട് ചേരുകയും വൃന്ദംബാലയുമായിട്ട് സഹകരിച്ച് അവിടെ അവർക്കെല്ലാം ആയുധ പരിശീലനം കൊടുക്കുകയും, അങ്ങനെയാണ് അവിടെ അത്ര ഭയങ്കര ഫയേഴ്സ് ബാറ്റിലല്ലേ, ഒരു ബാറ്റിൽ ഫീൽഡ് ആയിരുന്നു അവിടെ ശരിക്കും പറഞ്ഞാൽ. അതെ, അതിനകത്ത് നമ്മുടെ മേജർ രബിയൊക്കെ പങ്കെടുത്തതിന്റെ കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് ഈ മിലിറ്ററി ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാര് പുറത്തു വന്നു കഴിഞ്ഞാൽ അവരെ എങ്ങനെയൊക്കെ മിസ്യൂട്ടിലൈസ് ചെയ്യാം. അദ്ദേഹം പറഞ്ഞതിലേ അതില് എനിക്ക് തോന്നുന്നു നമ്മൾ വേറെ ചിന്തിച്ചാലേ സാധിക്കും. കാര്യം ഇതുപോലുള്ള പ്രശ്നങ്ങൾ അമേരിക്കയിലുമൊക്കെ ഈ ചെറിയ സർവീസ് കഴിഞ്ഞ് വരുന്നവർ അവിടെ പല പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതായിട്ട് നമ്മൾ വായിച്ചിട്ടുണ്ടല്ലോ. നമ്മുടെ നാട്ടിലെ ഈ അഗ്നിപഥ് സ്കീം പോലെ തന്നെ വിദേശ രാജ്യങ്ങളിലും ഇതുപോലത്തെ അവരവിടുത്തെ സർക്കാരുകൾ ഇതേപോലത്തെ സ്കീം ഇറക്കിയിട്ടുണ്ടോ? ഇതിന് തീർച്ചയായിട്ടും താരതമ്യം ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും. പക്ഷെ ഇതുമായിട്ട് താരതമ്യം ചെയ്യാൻ പറ്റില്ല. കാര്യം അവിടെ മിക്കവാറും എല്ലാ കൺട്രീസിലൊക്കെ ഈ നിർബന്ധ പിന്നെ സൈനിക സേവനമുണ്ട്. പക്ഷേ അവിടുത്തെ പ്രശ്നം പറഞ്ഞാല് അവിടെ ഇങ്ങനൊരു പ്രശ്നം വരുന്നില്ല. കാരണം ജോബ് മാർക്കറ്റ് ഇത്രയും പ്രശ്നം ഉള്ളതല്ല. അവരവിടെ നിന്ന് 4 വർഷം 5 വർഷം സർവീസ് കഴിഞ്ഞ് വന്നാലും അവർക്ക് പിന്നെ ജോലി വളരെ കൃത്യമായിട്ട് കിട്ടും. ആ രാജ്യങ്ങളിൽ ജോലി ഒരു പ്രശ്നമല്ല. ഇപ്പോൾ നമ്മൾ കണ്ടില്ല, ഇവിടെയൊക്കെ 1 വർഷമൊക്കെയാണ് ഓരോരുത്തർ ടൂറ് പിന്നെ വരുന്നത്. എന്നിട്ട് പോയി കഴിഞ്ഞാൽ അവർക്കവിടെ ജോലിയുണ്ട്. ഇവിടെ ആണെങ്കിൽ 1 ദിവസം കഴിഞ്ഞ് വീട്ടിൽ അവിടെ പോകുമ്പോൾ ജോലി ഉണ്ടോ എന്ന് നമ്മൾ പിന്നെ സംശയിച്ചുകൊണ്ട് ലീവ് എടുത്തു കഴിഞ്ഞാൽ അടുത്ത ദിവസം അത് ചോദിക്കും. അതെ, ആളയച്ചിട്ടുണ്ട്. പിന്നെ ബാങ്കിലൊക്കെ സിക്ക് ലീവ് എടുത്തപ്പോഴത്തേക്ക് അത് ശരിയാണോ എന്ന് തന്നെ കണ്ടുപിടിക്കാനായിട്ട് പിന്നെ ആളെ വിട്ടിട്ടുണ്ട്.
പിന്നെ അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ സിറ്റുവേഷൻ. അപ്പൊ അവിടെ ആ ഒരു പ്രശ്നമില്ല. ഇപ്പൊ നമ്മൾ ഇവിടുത്തെ മിലിറ്ററി റിക്രൂട്ട്മെന്റ് റാലികൾ നടത്തുമല്ലോ, അപ്പോഴേ കണ്ടിട്ടില്ലേ, ഒരു തലേദിവസമേ അവിടെ വന്ന് ക്യാമ്പ് ചെയ്ത് ഓപ്പൺ ഇത് കിടന്ന് ഗ്രൗണ്ടിൽ കിടന്നൊക്കെയാണ്. അതായത് ഒരുപാട് ആൾക്കാരെ ഇതിൽ പോകാൻ തയ്യാറായി ഉണ്ട്. അപ്പൊ പിന്നെ ആ ഒരു പ്രശ്നം അവിടെ വരുന്നില്ല. അവിടെയും ഇതുപോലെ തന്നെ ഉണ്ട്. അതിന്റെ കാര്യം എന്ന് പറയുന്നത് മിലിറ്ററിയെ അല്ലെങ്കിൽ മറ്റു ഫോഴ്സിനെയൊക്കെ യങ്ങാക്കി നിർത്തുക എന്നുള്ളതാണ് അതിന്റെ പിറകിലുള്ള വികാരം. അപ്പൊ ഇത് പറയുമ്പോ എനിക്ക് അദ്ദേഹം പറഞ്ഞപ്പോ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പറയുകയും ചെയ്തു. ഈ ഓസ്ട്രേലിയയില് ഇതുപോലൊരു പ്രശ്നത്തിനെ അവര് സോൾവ് ചെയ്തൊരു ഇൻസ്റ്റൻസ് ഉണ്ട്. അപ്പൊ ഞാനവിടെ പോയപ്പോൾ കണ്ടൊരു കാര്യമാണ്. അതായത് അവിടെ ഇതുപോലെ ഫസ്റ്റ് വേൾഡ് വാർ കഴിഞ്ഞ് വന്ന ആൾക്കാർ ജോലിയില്ലാതായി, കുറെ ആൾക്കാർ. അപ്പോൾ എന്താ കഴിഞ്ഞ് ഗവൺമെന്റ് ഒരു സ്കീം ഉണ്ടാക്കിയിട്ട് എന്താണ് അവിടുത്തെ വേൾഡ്സ് ലാർജസ്റ്റ് വാർ മെമ്മോറിയൽ എന്നാണ് പറഞ്ഞത്. ദാറ്റ് ഈസ് കോൾഡ് ഗ്രേറ്റ് ഓഷ്യൻ റോഡ്. ഗ്രേറ്റ് ഓഷ്യൻ റോഡ് 243 കിലോമീറ്റർ ആണ്. അത് ഇതിന്റെ ഒരു ഭാഗം കൂടെയാണ്. ആ ഹൈവേ 1 എന്ന് പറഞ്ഞാൽ ഓസ്ട്രേലിയയുടെ സൈഡിൽ കൂടെ ഇങ്ങനെ എല്ലാ ഇടത്തും ചുറ്റി പോകുന്ന ഒരു ഔട്ട്ലൈൻ മൊത്തം 14,000 കിലോമീറ്റർ പോകുന്ന ഒരു റോഡുണ്ട്. അപ്പൊ ആ റോഡിന്റെ ഒരു ഭാഗമാണിത്. ഇതിന്റെ പ്രത്യേകത കഴിഞ്ഞാല് ഇത് നദിയുടെ ക്ലിഫ് കാർവ് ചെയ്താണ് എടുത്തിരിക്കുന്നത്. അത് അന്ന് ഈ പറഞ്ഞ പോലെ ഇവിടുത്തെ ഇതൊന്നും മെഷീൻസ് ഒന്നും ഇല്ലല്ലോ. ഈ എന്താണ് നമ്മുടെ എക്സ്കവേറ്റേഴ്സും ഒന്നുമില്ലല്ലോ. അന്ന് അവൈലബിൾ ആയിട്ട് പിക്കാസ്, കൊടാലി ഒക്കെ വെച്ചിട്ട് മൺവെട്ടിയൊക്കെ വെച്ചിട്ട് അവരുടെ ഫിസിക്കൽ 3000 പട്ടാളക്കാര് 243 കിലോമീറ്റർ റോഡുണ്ടാക്കി. അത് സ്റ്റീഫ് 1919 ആണ് അത് തുടങ്ങിയത്. 1919 തുടങ്ങി 1932 ആയപ്പോഴത്തേക്കാണ് അത് പിന്നെ കഴിഞ്ഞത്. അപ്പൊ ഇത് ആണ് അദ്ദേഹം അവിടെ സൂചിച്ചു. പക്ഷേ നമ്മുടെ പൂജനീയ സംഘചാലകർ അതിനെ കുറിച്ച് സംസാരിച്ച് ഇത് ഗവൺമെന്റിന്റെ ഒരു ഉത്തരവാദിത്തമാണ്. RSS ഗവൺമെന്റിൽ ഒരു ഇതുമില്ലാത്തൊരു ഭാഗം അല്ലാത്തൊരു RSS ആയതുകൊണ്ട് അത് ഗവൺമെന്റ് മിക്കവാറും എടുത്തിട്ടുണ്ടാവണം എന്ന് തന്നെയാണ് അദ്ദേഹം അന്നവിടെ പറഞ്ഞത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ തികച്ചും ഈ കേന്ദ്ര സർക്കാർ ഇങ്ങനെ ഒരു സ്കീം കൊണ്ടുവന്ന സ്ഥിതിക്ക് അവർ വളരെ ദീർഘവീക്ഷണത്തോടെ റീഹാബിലിറ്റേറ്റ് ചെയ്യാനുള്ള പദ്ധതികളും തീർച്ചയായിട്ടും ഇവരെയൊക്കെ അല്ലെങ്കിൽ ഒരു സ്കീം ഉണ്ടാക്കാന്നുള്ളതേ ഉള്ളൂ. കാരണം അവരെയൊക്കെ ഇത് പ്രോപ്പറായിട്ട് എന്തെങ്കിലും ഇൻഡസ്ട്രീസ് തുടങ്ങാനോ, കാരണം അവിടെ നിന്ന് വരുന്നവർക്ക് ഏതെങ്കിലും ട്രേഡിലൊക്കെ ഇതായിരിക്കും, ട്രെയിൻഡ് ആയിരിക്കും. അപ്പൊ അവർക്ക് ഇപ്പൊ ലേത്ത് വർക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു സ്കീം ഉണ്ടാക്കുക അവർക്ക്. അതുപോലെ എംപ്ലോയ്മെന്റ്, അതുപോലെ ഇതിനകത്ത് ഈ എല്ലാവരെയും പറഞ്ഞു വിടുന്നില്ല 4 വർഷം കഴിയുമ്പോൾ. ഒറിജിനൽ സ്കീം പ്രകാരം 25% ആൾക്കാരെ അതിൽ നല്ല ക്രീമായിട്ടുള്ള ആൾക്കാർ, അത് പക്ഷെ 50% ആക്കുന്നു എന്നും പറയുന്നുണ്ട്. ഈ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റിയുടെ കാര്യം പറഞ്ഞപ്പോ ഈ സ്കീം വന്നപ്പോഴത്തേക്ക് അവിടെ ബീഹാറിൽ, നോർത്ത് ഇന്ത്യയിലൊക്കെ ബീഹാർ, ഹരിയാന, ഹിമാചൽ അവിടെയൊക്കെ വലിയ പ്രശ്നം ഉണ്ടായി. ദീപിപ്പും കുളിയും. കാരണം അവരുടെ മെയിൻ ഇതെന്ന് പറഞ്ഞാൽ എംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞാൽ മിലിറ്ററിയാണ്. മിലിറ്ററി ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ ജീവിതം രക്ഷപ്പെട്ടു. പിന്നെ ജീവിതകാലം വരെ പെൻഷൻ, ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ടല്ലോ. അപ്പൊ അത് അവരെ അഫക്ട് ചെയ്യുമെന്ന് കണ്ടിട്ടാണ് അത്. പക്ഷെ അത് ഗവൺമെന്റ് വളരെ ടാക്ട്ഫുള്ളായിട്ട് കൈകാര്യം ചെയ്തു. അത് കൂടാതെ തന്നെ സാറ് ശ്രദ്ധിച്ചു വേണം, നമ്മുടെ ഇപ്പോ ഈസ്റ്റേൺ ബോർഡർ വളരെ കാലമായിട്ട് തുറന്നു കിടക്കുമായിരുന്നല്ലോ. അതിപ്പം വീണ്ടും കംപ്ലീറ്റ് ഫെൻസിങ്ങും അതൊക്കെ. അപ്പൊ അവിടെയൊക്കെ എങ്ങനെയാണ് വരാൻ സാധ്യത, വർദ്ധിക്കാൻ സാധ്യത ഇവരെ അതിനകത്ത് ഉപയോഗിക്കാൻ. ഞാൻ ഈ പറഞ്ഞ ഓസ്ട്രേലിയൻ ഇത് പറഞ്ഞില്ലേ, എക്സാമ്പിൾ പറഞ്ഞില്ലേ, അതേപോലെ ഇവരെയും അവിടെയൊക്കെ തിരിക്കും. നമ്മുടെ മാത്രമല്ല അവിടെ ഫെൻസിങ് വെച്ചാൽ മാത്രം പോരാ, അത് മെയിൻറ്റെയിൻ ചെയ്യാനും കൂടെ ഉള്ള ആൾക്കാർ വേണം. അതിനൊക്കെ ഇവരെ ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പോ ചുരുക്കം പറഞ്ഞാൽ അപ്പോ നമ്മുടെ TP മധുസൂദനൻ സാർ റേസ് ചെയ്ത ആ ഒരു വളരെ വാലിഡ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ഇത് ആരും പറയാത്തൊരു കാര്യമാണ്. ഈ ഇവിടുത്തെ മലബാർ ലഹള, ഖാലിസ്ഥാന്റെ കലാപവും അതുപോലെ ഒരാളെ അനാവശ്യമായിട്ട് പറഞ്ഞു വിട്ടു കഴിഞ്ഞപ്പോ അയാള് ഈ ഇതിനകത്ത് 1921 മാപ്പിള ലഹളയിൽ ഇങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്നുള്ളത് ഇതുവരെ ആരും പറഞ്ഞു കേട്ടിട്ടില്ല. ഇറ്റ് വാസ് എ ന്യൂസ് ടു മീ. അതെ. അപ്പൊ തികച്ചും സർക്കാർ ഇതിനെ അഡ്രസ് തീർച്ചയായിട്ടും നമ്മൾ അതിനെ കുറിച്ച് വലിയ തലപുണ്ണാക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ സാർ പറഞ്ഞതൊരു വലിയ കാര്യമാണ്.